ഹായ് എവരിവൺ, ഒരു അടിപൊളി ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ലക്സംബർഗിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും. അതായത് സ്കിൽഡ്, അൺസ്കിൽഡ്, അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും ജോബിനായിട്ട് പോകാൻ പറ്റും കേട്ടോ. മെയിൽസിനും ഫീമെയിൽസിനും എല്ലാം ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബോണസ് ടിപ്പ് കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു 2025 ഏതൊക്കെ കമ്പനീസാണ് ലക്സംബർഗിൽ ഈ ഒരു സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്, അവരുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റും, ആ ഒരു വെബ്സൈറ്റ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. സോ നമ്മൾ ലാസ്റ്റ് അയർലാൻഡിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസാണ് ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്. അതിലും നമ്മൾ ഇതേപോലെ ഒരു എക്സൽ ഫയൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2025 ഏതൊക്കെ കമ്പനീസാണ് അയർലാൻഡിൽ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു ലിസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ഫയൽ വഴി, ആ ഒരു എക്സൽ ഫയൽ വഴി പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏതൊക്കെ ജോബ് പോർട്ടൽസ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതും ഞാൻ കൊടുക്കുക. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെ കമ്പനീസ് വഴി നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും, അതുപോലെ തന്നെ ഏതൊക്കെയാണ് അവിടെ മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ്, അതുപോലെ തന്നെ എങ്ങനെ മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സിന് കൊടുക്കുന്ന സാലറീസ് എത്രയാണ്, എങ്ങനെ അവിടെ വർക്ക് ചെയ്യണതിൻ്റെ ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുക. സോ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾക്ക് 100% യൂസ്ഫുൾ ആവും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. സോ നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫെറർ ഇൻസൈറ്റ്സ്. ഈ ഒരു ലക്സംബർഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ലാൻഡ്സ്കേപ്പിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു രാജ്യമാണ് കേട്ടോ. കാണാനാണെന്നുണ്ടെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു രാജ്യമാണ്. അതുപോലെ തന്നെ നിയർ ബൈ EU കൺട്രീസിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സാലറി, നല്ല വേതനം കൊടുക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു ലക്സംബർഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കുറച്ച് ടാക്സ് ബെനിഫിറ്റും കൂടി ഉണ്ട്. അതായത് ഈ ഒരു അൺസ്കിൽഡ് വർക്കേഴ്സിന് അല്ലെങ്കിൽ ഈ ഒരു മിനിമം വേജ് വാങ്ങുന്ന ആളുകൾക്ക് ഈ ഒരു ടാക്സ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി നല്ല ക്വാളിഫൈഡ് വർക്കേഴ്സിനാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരു 50%, അതായത് അതിനൊരു ക്രൈറ്റീരിയ ഒക്കെ പറയുന്നുണ്ട്, ഒരു 50% മാത്രം നമ്മൾ ഇതിന് ടാക്സ് അടച്ചാൽ മതി അവർക്കാണെന്നുണ്ടെങ്കിലും. ഓക്കെ, അങ്ങനെ നല്ല ടാക്സ് ബെനിഫിറ്റ്സ് ഒക്കെ ഈ ഒരു ലക്സംബർഗ് പറഞ്ഞ രാജ്യം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ സിസ്റ്റം ആണ് കേട്ടോ ഈ ഒരു ലക്സംബർഗിന്റെ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ലക്സംബർഗ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഷെങ്കൻ രാജ്യം കൂടിയാണ്. സോ ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 27 ഷെങ്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നമുക്ക് വിത്തൗട്ട് എനി വിസ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓൾ റൈറ്റ്, എന്തായാലും നമുക്ക് ആദ്യം ഇങ്ങനെ പോണ ഒരാൾക്ക്, ഇങ്ങനെ പോണ ഒരു വർക്കറിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് അവരുടെ കയ്യിൽ ആവശ്യമായിട്ട് വരും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യാം. അതായത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് വേണ്ടി വരും, പിന്നെ ജോബ് കോൺട്രാക്ട് വേണ്ടി വരും അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ, പിന്നെ റെന്റൽ അഗ്രിമെന്റ് അല്ലെങ്കിൽ Airbnb ബുക്കിംഗ് ഡീറ്റെയിൽസ് വേണ്ടി വരും, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ്, അത് സെൽഫ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്പോൺസേർഡ് ആണെന്നുണ്ടെങ്കിലും, പിന്നെ മെഡിക്കൽ ടെസ്റ്റ് റിപ്പോർട്ട്, അതുപോലെ തന്നെ ഓതറൈസേഷൻ ടു സ്റ്റേ. അതായത് മോർ ദാൻ 90 ഡേയ്സ് നമ്മൾ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓതറൈസേഷൻ ടു സ്റ്റേ നമ്മൾ കാണിക്കേണ്ടി വരും കേട്ടോ. സോ ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ പോണ ഒരാൾക്ക് അവിടെ എന്തൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഏതൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സ് നമുക്ക് നോക്കി നോക്കാം. അതായത് ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ്ങിലാണ് കേട്ടോ. അതിലാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് മാനേജേഴ്സ്, അവർക്ക് കൊടുക്കുന്ന സാലറി ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ റിസ്ക് മാനേജേഴ്സ്, കംപ്ലയൻസ് ഓഫീസേഴ്സ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അക്കൗണ്ടൻസ്, ഓഡിറ്റേഴ്സ്, ഇവർക്ക് കൊടുക്കുന്ന സാലറി ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതും കൂടി നോട്ട് ചെയ്യുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ആൻഡ് ബാങ്കിങ്ങിൽ വരുന്നത്. പിന്നെ IT ആൻഡ് ടെക്, ഓക്കെ, അതിലാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അവർക്ക് കൊടുക്കുന്ന സാലറി മെൻഷൻ ചെയ്യുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്, ഡാറ്റ സയൻറ്റിസ്റ്റ്, IT പ്രൊജക്ട് മാനേജേഴ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റ്, ഓക്കെ, ദെൻ ഹെൽത്ത് കെയർ, ഡോക്ടേഴ്സ്, രജിസ്റ്റേർഡ് നഴ്സസ്, ഫാർമസിസ്റ്റ്, സൈക്കോ തെറാപ്പിസ്റ്റ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ, സിവിൽ എഞ്ചിനീയേഴ്സ്, പ്രൊജക്ട് മാനേജേഴ്സ്, എൻവയോൺമെന്റൽ എഞ്ചിനീയേഴ്സ്, അതുപോലെ തന്നെ ആർക്കിടെക്ട്സ്. ഇതൊക്കെയാണ് എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്ട്രക്ഷനിൽ വരുന്നത്. പിന്നെ വരുന്നത് ലീഗൽ ആൻഡ് കംപ്ലയൻസ്, ഓക്കെ, കോർപ്പറേറ്റ് ലോയേഴ്സ്, അതുപോലെ തന്നെ ടാക്സ് അഡ്വൈസേഴ്സ്, ലീഗൽ കൗൺസിലേഴ്സ്. ഇനി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനിൽ നോക്കി നോക്കാം. സപ്ലൈ ചെയിൻ മാനേജേഴ്സ്, ലോജിസ്റ്റിക്സ് കോർഡിനേറ്റേഴ്സ്, പ്രൊക്യൂർമെന്റ് സ്പെഷ്യലിസ്റ്റ്, വെയർഹൗസ് ഓപ്പറേഷൻസ് മാനേജേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ് സെക്ടേഴ്സും അവർക്ക് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ വർക്ക് വിസകൾ വഴി നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും എന്നുള്ളത് നോക്കി നോക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വർക്ക് വിസേൻ്റെ കാര്യമാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും അത് നോക്കി നോക്കാം. ഏറ്റവും ഫസ്റ്റത്തെ എന്ന് പറയുന്നത് സാലറീഡ് വർക്ക് വിസ.
ഡി വിസ ഓർ റെസിഡൻസ് പെർമിറ്റ്. അതായത് മോസ്റ്റ് സ്കിൽഡ് ജോബ്സിനാണ് കേട്ടോ ഈ ഒരു വർക്ക് വിസ നമുക്ക് യൂസ് ആവുന്നത്. ഹെൽത്ത് കെയർ, IT ഇങ്ങനെയുള്ള സെക്ടേഴ്സ്. ഇനി റിക്വയർമെന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ലക്സംബർഗത്തെ ജോബ് ഓഫർ വേണം കേട്ടോ. അവിടുത്തെ ജോബ് ഓഫർ നമുക്ക് വേണം. വാലിഡ് ആയിട്ട് ഒരു കമ്പനീൻ്റെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറിൻ്റെ ഒരു ജോബ് ഓഫർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് അവരുടെ സൈൻഡ് സ്റ്റാമ്പ് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റ് വേണം. പിന്നെ ഈ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് വേണം കേട്ടോ. അത് സം ജോബ്സിനാണ് കേട്ടോ പറയുന്നത്. അതായത് ഈ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോബിനാണ് ഈ ഒരു നോൺ EU കാൻഡിഡേറ്റ്സിന് ഇവർ നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ രാജ്യത്ത് ഈ ഒരു ജോബിന് അവിടെ ആളെ കിട്ടണില്ല എന്നുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു ലേബർ മാർക്കറ്റ് ടെസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മിനിമം സാലറി മീറ്റ് ചെയ്യുന്ന ജോബ് ഓഫർ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് EU ബ്ലൂ കാർഡ്. അതായത് മോസ്റ്റ്ലി ഈ ഒരു പ്രൊഫഷണൽ ജോബ്സിന് അങ്ങനെയുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു EU ബ്ലൂ കാർഡ് കൊടുക്കാറ്. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും ഹൈലി ക്വാളിഫൈഡ് വർക്കേഴ്സ് വിത്ത് ഹൈ ഇനഫ് സാലറീസ്. അതായത് ഇപ്പോൾ STM അല്ലെങ്കിൽ ഫിനാൻസ്, ഹെൽത്ത് കെയർ ജോബ്സ്. ഇനി ഇവർക്ക് ചില റിക്വയർമെന്റ് പറയുന്നുണ്ട്. ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും, മിനിമം 3 yearsന്റെ ജോബ് കോൺട്രാക്റ്റ് വേണം, മിനിമം 1 year ആനുവൽ സാലറീസ്. ഓക്കെ, അവിടെ എത്രയെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഷോർട്ടേജ് ഓക്യുപ്പേഷനിലാണെന്നുണ്ടെങ്കിൽ എത്രയെന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദെൻ സീസണൽ വർക്ക് വിസ, അത് ഒരുപാട് ആളുകൾ നോക്കുന്നതാണ് കേട്ടോ ഈ ഒരു സീസണൽ വർക്ക് വിസ. നമ്മൾ ഒരുപാട് സീസണൽ ജോബ്സിൻ്റെ തന്നെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. സോ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം അഗ്രികൾച്ചർ വർക്കേഴ്സിന് അല്ലെങ്കിൽ ടൂറിസം, പിന്നെ കൺസ്ട്രക്ഷൻ ജോബ്സ്. സോ ഇവർക്കൊക്കെയാണ് ഈ ഒരു സീസണൽ വർക്ക് വിസ സാധാരണ കൊടുക്കാറ് കേട്ടോ. ഇനി ഇവർക്കും ചില റിക്വയർമെന്റ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. നമുക്കൊരു ജോബ് ഓഫർ വേണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് വാലിഡ് ആയിട്ടുള്ള അതൊരു 5 to 9 months വാലിഡ് ആയിട്ടുള്ള ഒരു ജോബ് ഓഫർ. നമുക്കറിയാം സീസണൽ ജോബ് ഓഫേഴ്സ് ആണ്. സോ നമുക്ക് മാക്സിമം 5 to 9 months ആണ് നമുക്ക് വാലിഡ് ആയിട്ടുണ്ടാവുള്ളൂ. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് അല്ലെങ്കിൽ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആയിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടി വരും കേട്ടോ. സോ ഇതൊക്കെയാണ് നമുക്ക് മോസ്റ്റ് ഡിമാൻഡഡ് ആയിട്ടുള്ള വർക്ക് വിസകൾ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ലക്സംബർഗിലേക്ക് ഒരു ജോലിക്ക് പോകാനായിട്ട്. സോ ഇനി എന്തായാലും നമുക്ക് ഏതൊക്കെ വെബ്സൈറ്റ് വഴി, ഏതൊക്കെ ജോബ് പോർട്ടൽ വഴി ലക്സംബർഗിൽ ഒരു ജോബ് സെക്യൂർ ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അതായത് വിസ ജോബ്സ് 24, jobs.lu, moviejobs.com, US അതായത് യൂറോപ്യൻ ജോബ് ബോർഡാണ്. പിന്നെ monster.lu, ലിങ്ക്ഡ്ഇൻ ജോബ്സ്. സോ ഇതൊക്കെയാണ് നമ്മൾ ലക്സംബർഗിലേക്ക് ഒരു ജോലിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജോബ് പോർട്ടൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏതൊക്കെ കമ്പനീസ് ആണ് ഈ ഒരു 2025 അവിടെ സ്പോൺസർഷിപ്പ് കൊടുക്കണമെന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുക. ഏതൊക്കെയാണ് കമ്പനി, അവർ എത്ര സാലറി അവർ കൊടുക്കുന്നുണ്ട്, അവരുടെ വെബ്സൈറ്റ്, എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടായിരിക്കും. ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതിനും ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ജോബ് ഇൻഫർമേഷൻസ്, ട്രാവൽ വിസ, സ്റ്റുഡൻറ്റ് വിസ ആൻഡ് ജോബ് വിസ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഓക്കെ, സോ എന്തായാലും ലാഗ് അടിപ്പിക്കണില്ല. ഇനി എന്തായാലും ഞാൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഇനി ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ലക്സംബർഗ് സ്പോൺസർഷിപ്പ് ഗിവിംഗ് കമ്പനീസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്പോൺസർഷിപ്പ് ഗിവിംഗ് കമ്പനീസ് പറഞ്ഞിട്ട്. ഓക്കെ, സോ അതുവഴി നിങ്ങൾ കയറുക. അതുവഴി കയറുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് ആവും എത്തുണ്ടാവുക കേട്ടോ. അതായത് ഈ ഒരു ലക്സംബർഗിൽ സ്പോൺസർഷിപ്പ് കൊടുക്കണ 11ഓളം കമ്പനീസ്, അതായത് നിലവിൽ കേട്ടോ ഈ ഒരു 2025 ഈ ഒരു ടൈമിൽ ഇപ്പൊ സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന കമ്പനീസിന്റെ ലിസ്റ്റാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ പറ്റും 11ഓളം കമ്പനീസ് അവരുടെ ജോബ് റോള് ഇതിൽ കൊടുത്തത് മാത്രമല്ല കേട്ടോ, അവർ വേറെയും ഒരുപാട് എണ്ണം ചെയ്യാറുണ്ട്. ബട്ട് ഇതാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അവർക്ക് കൊടുക്കുന്ന സാലറി അപ്രോക്സിമേറ്റ് എത്ര സാലറി കൊടുക്കുന്നുണ്ട്, 60 to 150. ഓക്കെ, 60,000 to 150 അപ്രോക്സിമേറ്റ് എത്ര സാലറി കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ്, ഇങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ. നമുക്കിവിടെ കാണാൻ പറ്റും ആമസോൺ ലക്സംബർഗ്, PwC ലക്സംബർഗ്, ഡിലോയിറ്റ്, അതുപോലെ തന്നെ EY ലക്സംബർഗ്, അതുപോലെ തന്നെ EY ലക്സംബർഗ്, അങ്ങനെ 11ഓളം ഉണ്ട്. ഏതാണ് ജോബ് റോൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആമസോൺ ലക്സംബർഗിൻ്റെ നമുക്ക് നോക്കി നോക്കാം. പ്രധാനമായിട്ടും IT, ലോജിസ്റ്റിക്സ്, മാനേജ്മെന്റ് ജോബ്സ് ആണ് ഇവർ ചെയ്യുന്നത്. സോ ഇവിടെ ഏറ്റവും അവസാനം ഇതിന്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ആ ഒരു വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. ലക്സംബർഗ് ജോബ്സ്, ലക്സംബർഗ് സിറ്റി, ലക്സംബർഗ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ലോഡായിട്ട് വരുന്നുണ്ട്. നമുക്കിവിടെ ജോബ്സ് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം ഏത് കാറ്റഗറി. അപ്പോൾ നമുക്ക് ലോജിസ്റ്റിക്സ് കാണാൻ പറ്റും, IT സർവീസ്, സയൻറ്റിസ്റ്റ്, ഓക്കെ, സീനിയർ ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അതുപോലെ തന്നെ എപ്പോഴാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും എല്ലാ ഡീറ്റെയിൽസും അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്ലൈ ചെയ്യണ മുമ്പ് നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, ജോബ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക കേട്ടോ. സോ അതിനുശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക.
ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ വേറെയും ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. ബിസിനസ് ഇന്റൽ എഞ്ചിനീയർ, ഡാറ്റ അനലിസ്റ്റ്, സീനിയർ ബി അക്കൗണ്ടന്റ്, അങ്ങനെ ഒരുപാട് ജോബ്സ് ഇതിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അതുവഴി പോവുകയാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ. സോ എല്ലാവരും ഇതുവഴി അപ്ലൈ ചെയ്യുക. ഓക്കെ, കറന്റ് സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനീസ് ആണ്. സോ എന്തായാലും നമുക്ക് ഇത്തരം കമ്പനീസ് വഴിയൊക്കെ ഈ ഒരു 2025 ലക്സംബർഗിൽ ഒരു സ്പോൺസർഷിപ്പ് ജോബ് നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് പോർട്ടൽസ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ലക്സംബർഗിൽ ഒരു സ്പോൺസർഷിപ്പ് ജോബോട് കൂടിയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇതുവഴിയൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ലക്സംബർഗിലേക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. ഇത് നല്ലൊരു അവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരിക. ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. And finally, it's me Shyam and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.